ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഇന്ത്യ. കുരങ്ങുപനിയുടെ രോഗകാരിയായ വൈറസ് ഫോളിവി വൈറസ്. റിക്കറ്റ്സ് ശരീരത്തിന് ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? എല്ലുകൾ. റിക്കറ്റ്സ് ബാധിക്കുന്നത് എല്ലുകളെ. കുരങ്ങുപനി പകർത്തുന്നത് വൈറസ്. കുരങ്ങുപനി പകർത്തുന്നത് വൈറസ്. വൈറസ് മൂലമല്ലാത്ത രോഗം ടെറ്റനസ്. വൈറസ് കാരണമല്ലാത്ത മറ്റൊരു രോഗം സിഫിസിലിസ്. ഈഡീസ് ഈജിപ്ത് കൊതുകളിലൂടെ പകരുന്ന രോഗം ഡെങ്കിപ്പനി. ഈഡീസ് ഈജിപ്തി കൊതുകുകൾ ഡെങ്കിപ്പനി പകർത്തുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം. ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം എബോള. എബോള. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം റൂബല്ല. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റൂബല്ല. വായുവിൽ കൂടി പകരുന്ന രോഗം ക്ഷയം. വായുവിൽ കൂടി പകരുന്ന ഒരു രോഗം ക്ഷയം. കൊതുകുജന്യമല്ലാത്ത ഒരു രോഗം ടൈഫോയിഡ്. കൊതുകുജന്യമല്ലാത്ത ഒരു രോഗം ടൈഫോയിഡ്. മലമ്പനി, മന്ത്, ഡെങ്കിപ്പനിയാണ് കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾ. PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? PPLO, പാപ്പല്ലോ. പാപ്പല്ലോ എന്ന ഏകകോശ ജീവി ഏതു വിഭാഗത്തിൽപ്പെടുന്നു? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി എർസീനിയ ഫെസ്റ്റിസ്. പ്ലേഗ് ഉണ്ടാകുന്ന രോഗകാരി എർസീനിയ ഫെസ്റ്റിസ്. ടൈഫോയിഡിന് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ. ടൈഫോയിഡിന് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗമാണ്? ക്ഷയം. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ഷയരോഗവുമായി. എബോള രോഗകാരി ഫംഗസ്. എബോളയുടെ രോഗകാരി ഫംഗസ്. പാരമ്പര്യ ശാസ്ത്രത്തിന്റെ പിതാവ് മെൻഡൽ. പാരമ്പര്യ ശാസ്ത്രത്തിന്റെ പിതാവ് മെൻഡൽ. പാരമ്പര്യ ശാസ്ത്രത്തിന് അടിസ്ഥാനമായ ശാസ്ത്രജ്ഞൻ. പാരമ്പര്യ ശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ട ശാസ്ത്രജ്ഞൻ. പാരമ്പര്യ ശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ട ശാസ്ത്രജ്ഞൻ മെൻഡൽ. ഒരു കോശത്തിന്റെ കേന്ദ്രം മർമ്മം. ഒരു കോശത്തിന്റെ കേന്ദ്രം മർമ്മം. ജീവന്റെ അടിസ്ഥാന ഘടകം. ജീവന്റെ അടിസ്ഥാന ഘടകം കോശദ്രവം അഥവാ പ്രോട്ടോപ്ലാസം. ജീവന്റെ അടിസ്ഥാന ഘടകം കോശദ്രവം അഥവാ പ്രോട്ടോപ്ലാസം. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംശം മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയ. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ. ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ. ജീവികളുടെ രൂപഘടന, ധർമ്മങ്ങൾ എന്നിവയുടെ അടിസ്ഥാന ഘടകം ഏത്? ജീവികളുടെ രൂപഘടന, ധർമ്മങ്ങൾ എന്നിവയുടെ അടിസ്ഥാന ഘടകം കോശം. ജീവിയുടെ രൂപഘടന, അടിസ്ഥാന ഘടകം കോശം. ജീവികളുടെ ധർമ്മങ്ങളുടെ അടിസ്ഥാന ഘടകം കോശം. കോശത്തിൽ വെച്ച് ദഹിച്ച് ആഹാരം ഓക്സിജനുമായി ചേർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ ദഹനം. കോശത്തിൽ വെച്ച് ദഹിച്ച് ആഹാരം ഓക്സിജനുമായി ചേർന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ ദഹനം. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടുന്ന ഭാഗം ജൈവകണങ്ങൾ. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടുന്ന ഭാഗം ജൈവകണങ്ങൾ. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. സസ്യകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ MJ ഷ്ലീഡൻ. സസ്യകോശം കണ്ടുപിടിച്ചത് MJ ഷ്ലീഡൻ. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ റേ. ഒരു ശിശുവിൻ്റെ പിതൃത്വം തെളിയിക്കുവാൻ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര രീതി DNA. ഒരു ശിശുവിൻ്റെ പിതൃത്വം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ രീതി DNA ടെസ്റ്റ്. വൈറ്റമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗം ഹീമോഫീലിയ. വൈറ്റമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഹീമോഫീലിയ.
പച്ചക്കറികൾ മുറിച്ചതിനു ശേഷം കഴുകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജീവകം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ. പച്ചക്കറികൾ മുറിച്ചതിനു ശേഷം കഴുകരുത് എന്ന് പറയുന്നത് അതിലെ ജീവകം നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് വൈറ്റമിൻ ഡി. ജീവകം ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ്. ജീവകം ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ്. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു ജീവകം വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം വൈറ്റമിൻ ഡി. പച്ചക്കറികളിൽ കൂടി ലഭിക്കുന്ന ജീവകം ഡി. പച്ചക്കറികളിൽ കൂടി ലഭിക്കുന്ന ജീവകം ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം കണ. റിക്കറ്റ്സ് അഥവാ കണ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം സി. രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം സി. ഏതു വൈറ്റമിനാണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. ഏതു തരത്തിലുള്ള പ്രത്യേക ജീവകമാണ് മധുര നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്? നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം സി. വൈറ്റമിൻ സി ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? നിലക്കടല. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നിലക്കടല. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ചെറുനാരങ്ങയിലാണ്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ചെറുനാരങ്ങയിൽ. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? വൈറ്റമിൻ സി. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വൈറ്റമിൻ സി. പഴങ്ങൾ വേവിച്ചു കഴിയുമ്പോൾ നഷ്ടമാകുന്ന ജീവകം സി. പഴങ്ങൾ വേവിച്ചു കഴിയുമ്പോൾ നഷ്ടമാകുന്നത് സി, അല്ലെങ്കിൽ ചൂടാകുമ്പോൾ നഷ്ടമാകുന്നത് വൈറ്റമിൻ സി. ഡാഷിന്റെ അഭാവത്തിൽ തൊലി വരളുന്നു. ഏതു വൈറ്റമിൻ്റെ അഭാവത്തിലാണ് തൊലി വരളുന്നത്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലം. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം തൊലി വരളുന്നു. നെല്ലിക്കായിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി. നെല്ലിക്കായിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. വൈറ്റമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറി. വൈറ്റമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറി. അരിയിൽ നിന്നും തവിട്ടു നീക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ബി. അരിയിൽ നിന്നും തവിട്ടു നീക്കുമ്പോൾ നഷ്ടമാകുന്നത് ജീവകം ബി. അരിയുടെ തവിടിൽ ധാരാളം കാണപ്പെടുന്ന വൈറ്റമിൻ ബി. അരിയുടെ തവിടിൽ ധാരാളമുള്ളത് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്നത് കോബാൾട്ട്. വൈറ്റമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്നത് കോബാൾട്ട്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. ജീവകം എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. ജീവകം എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കാരറ്റ്. വൈറ്റമിൻ എയിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കാരറ്റ്. മാലക്കണ്ണ് എന്ന രോഗത്തിന് കാരണം ഡാഷാണ്. വൈറ്റമിൻ എയുടെ കുറവ്. വൈറ്റമിൻ എയുടെ കുറവാണ് മാലക്കണ്ണിന് കാരണം. കണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ എ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ എ. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ എ. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ എ. ആഹാരത്തിൽ ജീവകം A2വിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം വൈറ്റമിൻ A2വിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നൈറ്റ്സ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. A2വിൻ്റെ കുറവ് മൂലമാണ് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. മാറിപ്പോവരുത്. അധികമായി കഴിഞ്ഞാൽ കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിൻ എ. അധികമായി കഴിയുമ്പോൾ കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിൻ എ. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ എ. കണ്ണുകളുടെ ആരോഗ്യത്തിന് എന്ന് പറയുന്നതിൽ വൈറ്റമിൻ എ ആണ് പ്രധാനം. അന്ധതയ്ക്ക് കാരണമാവുന്ന വൈറ്റമിൻ്റെ അഭാവം വൈറ്റമിൻ എ. അന്ധതയ്ക്ക് കാരണമാകുന്ന വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ എ. റെറ്റിനോൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ.
ഇലക്കറിയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം വൈറ്റമിൻ എ. ഇലക്കറിയിൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ എ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് കണ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കണ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്ര. വൈറ്റമിൻ B3യുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം എച്ചിന്റെ രാസനാമം ബയോട്ടിൻ. ജീവകം എച്ചിന്റെ രാസനാമം ബയോട്ടിൻ. അതായത് വൈറ്റമിൻ എച്ചിന്റെ രാസനാമം ബയോട്ടിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. സിറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ എ. സിറോഫ്താൽമിയ ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ അഭാവം മൂലമാണ്. എ മീൻസ് വൈറ്റമിൻ A2വിന്റെ അഭാവം മൂലമാണ് സിറോഫ്താൽമിയ ഉണ്ടാകുന്നത്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? വൈറ്റമിൻ ഡി. കണ അഥവാ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ എ, വൈറ്റമിൻ എച്ചുമായി B3യുമായി ബന്ധപ്പെട്ടത്, വൈറ്റമിൻ എച്ചുമായി ബന്ധപ്പെട്ടത്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് റിക്കറ്റ്സ്. മദ്യപാനികളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വൈറ്റമിൻ തയാമിൻ. മദ്യപാനികളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വൈറ്റമിൻ തയാമിൻ. ഉടനെ തന്നെ വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അടുത്തത് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ്. പ്രൂസിക് ആസിഡ് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്നു. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഉറുമ്പിന്റെ ശരീരത്തിലെ ആസിഡ് ഫോർമിക് ആസിഡ്. വാളംപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. വാളംപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കുന്നതിനായി ചേർക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. സോഡ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. സോഡ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റേഷൻ പോലെ തോന്നാം. അത് PSCയിൽ ചോദ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഉത്തരങ്ങളിൽ സെയിം ആയിട്ട് നമുക്ക് തോന്നും. ഉത്തരങ്ങളെല്ലാം സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻസിൽ ചെറിയ ഒരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്